ഹായ്, നമ്മുടെ ഇന്നത്തെ യാത്ര പെരിയാറ്റിലേക്കാണ്. ഒരു ട്രിപ്പല്ല, ഒരു കല്യാണം കൂടാനായിട്ട് പോവാണ്. ഫാമിലിയായിട്ട് ഒരു കല്യാണം കൂടാനായിട്ട് പോവാണ്. വൈഫിൻ്റെ കസിൻ്റെ കല്യാണമാണ്. നമ്മൾ വൈഫുണ്ട്, കുഞ്ഞുണ്ട്, വൈഫിൻ്റെ അനിയത്തി, ആങ്ങള എല്ലാവരും ഉണ്ട്. ഞങ്ങളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മുണ്ടയ്ക്ക് എത്താറായി. അപ്പോൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടുവരാം. ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് കൊട്ടിക്കലാശത്തിന് ദിവസമായിരിക്കും എന്നറിയത്തില്ല, ബ്ലോക്കൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എനിച്ചിരി നേരത്തെ ഞങ്ങൾ പുറപ്പെട്ടത്. കിഴക്കോട്ട് കയറി തുടങ്ങി. ക്ലൈമറ്റൊക്കെ വലിയ കുഴപ്പമില്ല, തണുപ്പൊക്കെ ആയെന്ന് തോന്നുന്നു. നമ്മൾ ഏത് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബെൽറ്റൊക്കെ ഇട്ട് എല്ലാവരും ഡ്രൈവ് ചെയ്യണം കേട്ടോ. സേഫായിട്ട് ഡ്രൈവ് ചെയ്യണം. മാക്സിമം പറ്റുന്ന പോലെയൊക്കെ യാത്രകൾ ചെയ്യുക. എല്ലാവരും സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കണം. അങ്ങനെ കൊടികുത്തി എത്തിയിരിക്കുകയാണ്. കൊടികുത്തി നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. ഇതുവഴി വരുന്നവരെ മിക്കവരും ഇവിടെ നിർത്തി ഇവിടുത്തെ വ്യൂസൊക്കെ കണ്ടിട്ടേ പോകാറുള്ളൂ. ഞങ്ങൾ മിക്കവാറും വന്നാലെല്ലാം ഈ വഴി പോവുകയാണെങ്കിൽ ഇവിടെ നിർത്തി കൊടികുത്തി വ്യൂ കണ്ടിട്ടൊക്കെ പോവുള്ളൂ. രാവിലെയൊക്കെ വരുവാണെങ്കിൽ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇതുവഴി വരുന്നവരൊക്കെ ഒന്ന് മസ്റ്റായിട്ട് നിർത്തി ഒന്ന് ആസ്വദിച്ചിട്ടൊക്കെ പോവുക. വണ്ടി നിർത്താനായിട്ട് ഗ്യാപ്പ് കുറവാണ്. ഇപ്പം നോക്കിയും കണ്ടൊക്കെ റോഡിൽ നിന്ന് മാക്സിമം ഇറക്കി നിർത്തിയൊക്കെ കണ്ടിട്ടൊക്കെ എല്ലാവരും പോവുക. നമുക്കിന്ന് കല്യാണമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയിരിക്കുക. സമയം പോക്കാണത്. വെള്ളമൊക്കെ കുറവാണെന്ന് തോന്നുന്നു. അതെ, വെള്ളമൊക്കെ കുറവാണ്. വെള്ളമൊക്കെ ഉള്ള സമയത്ത് വേണം ഇവിടെ വരാനായിട്ട്. അടിപൊളിയാണ്. ഇവഴിയൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ ഇറങ്ങി ഒരു ചായ കുടിക്കാതെ പോകാറില്ല. വഴി വരുവാണെങ്കിൽ ഒരു ചായ കുടിച്ചിട്ടേ പോകാറുള്ളൂ. നല്ല അതിമനോഹര കാഴ്ചയാണ് ഇവിടെ. വെള്ളമൊക്കെ ഉള്ളപ്പോൾ വരുവാണെങ്കിൽ പിന്നെ ഭയങ്കര ആളായിരിക്കും. വെള്ളമൊക്കെ ഉള്ളപ്പോൾ വരുവാണെങ്കിൽ. പക്ഷെ അതിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണ്. അങ്ങനെ കുട്ടിക്കാനം ടൗണിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അത്യാവശ്യം വെയിലാണ് ഇവിടെ. തണുപ്പൊക്കെ കാണുന്നോർത്ത് വന്നതാണ്. പിന്നെ സമയം 10:30 ആയതേ ഉള്ളൂ. തണുപ്പൊക്കെ കയറി വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുട്ടിക്കാനം ടൗണ്. മുണ്ടക്കയം വിട്ടാൽ ആകെയുള്ള ഒരു പമ്പെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്കാനത്താണ്. അവിടെയാണെങ്കിൽ മിക്ക ദിവസവും പണിയും പെട്രോളും കാണത്തില്ല. പണിയല്ലെങ്കിൽ പെട്രോളില്ല, അല്ലാത്ത ദിവസം എന്തെങ്കിലും പണിയായിരിക്കും. അതുകൊണ്ട് കുട്ടിക്കാനം സൈഡിലോട്ടൊക്കെ വരുന്നവരും മുണ്ടക്കയത്ത് നിന്ന് തന്നെ പെട്രോളൊക്കെ അടിച്ചിട്ട് ഫുൾ ടാങ്കൊക്കെ അടിച്ചിട്ട് വരിക മാക്സിമം. ഇവിടെയൊക്കെ വന്നിട്ട് വെറുതെ പെട്ട് പോകും. നമ്മുടെ കുട്ടിക്കാനം പൈൻ ഫോറസ്റ്റ് ആണ്. ഇവിടെ ഇപ്പോൾ എന്തോ നല്ല രീതിയിലൊക്കെ സെറ്റപ്പ് ആക്കിയെന്ന് തോന്നുന്നു. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എൻട്രി പാസ് ഉണ്ടെന്ന് തോന്നുന്നു. സെറ്റപ്പായെന്ന് തോന്നുന്നു. ഇപ്പം പണ്ട് വരുമ്പോഴത്തേന് എൻട്രി പാസ് ഒന്നും ഇല്ലായിരുന്നു. അടിപൊളിയായിരുന്നു കയറി. ഇപ്പം എൻട്രി പാസ്സൊക്കെ ആയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് കയറി നോക്കണം. നമ്മളങ്ങനെ മത്തായിക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറിയ രീതിയിലുള്ള വെള്ളം ഒഴുകുന്ന പാറകളൊക്കെ കാണാനായിട്ട് നല്ല രസമായിട്ടുള്ള സ്ഥലമാണ് മത്തായിക്കൊക്ക. മത്തായിക്കൊക്കയുടെ പുറകിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട്. അങ്ങനെയാണ് മത്തായിക്കൊക്ക എന്ന് പേര് വരാൻ തന്നെ കാരണം. ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു പ്രദേശം കൂടെയാണ് മത്തായിക്കൊക്ക. അതായത് മത്തായിക്കൊക്ക എന്ന് പറയുന്നത് കേട്ടുകേൾവിയുള്ള ഒരു കാര്യമാണ് കേട്ടോ. എത്രത്തോളം സത്യാവസ്ഥ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അറിയത്തില്ല. അതായത് മത്തായി എന്ന് പറയുന്ന ഒരാൾ പിന്നെ പഴയ കാലത്ത് പുള്ളിയുടെ ചരക്ക് സാധനങ്ങൾ, അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ ചന്തയിൽ കൊണ്ട് വിൽക്കുന്നതിനായിട്ട് കാളവണ്ടിയിൽ പൊയ്ക്കൊണ്ടിരുന്ന റൂട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇവിടെ ഈ സ്ഥലത്തെത്തിയപ്പം മത്തായിയുടെ വണ്ടി, കാളവണ്ടിയും കൊക്കയിലേക്ക് മറിഞ്ഞു. അങ്ങനെയൊക്കെയാണ് ചരിത്രം പറയുന്നത്. എത്രത്തോളം കേട്ടുകേൾവിയുള്ള കാര്യമാണ്, എത്രത്തോളം അതിൻ്റെ നിരസ്ഥിതി നമുക്കറിയത്തില്ല. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം മത്തായിക്കൊക്കെ കുറിച്ച് മത്തായിക്കൊക്കെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. എനിക്കറിയാവുന്ന ഒരു വിവരമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.
അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ ഷാ_ഗോ 2025 നിങ്ങൾ ഫോളോവേഡ് ചെയ്ത് വെക്കുക. നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് നമ്മൾ പുതിയ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ മാക്സിമം ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇനി മുന്നോട്ടുള്ള വീഡിയോയിൽ ഒരുപാട് ചലഞ്ചിങ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ കുട്ടിക്കാനത്ത് പട്ടുമല പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. പട്ടുമല പള്ളിയുടെ ഭാഗത്താണ്. അതായത് ഈ പട്ടുമല പള്ളി എന്ന് പറയുന്നത് 1980 ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്നത്. ക്രിസ്തീയ വിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. വേളാങ്കണ്ണി മാതാവിന് വേണ്ടിയാണ് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് പട്ടും അതുപോലെ തന്നെ മെഴുകുതിരിയുമാണ്. ക്രിസ്തീയ വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതുപോലെ തന്നെ അല്ലാത്തവരും ഒരുപാട് പേര് പിന്നെ അവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചരിത്രങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. തേയിലക്കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായ ഒരു പിന്നെ ഈ റൂട്ടിൽ വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ തേയിലക്കാടുകളാണ്. ഇവിടുത്തെ മറ്റെന്തിനെക്കാട്ടിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും ഇവിടുത്തെ ഈ നിരനിരയായിട്ടുള്ള ഇവരുടെ കൃഷിയാണ്. ഈ തേയിലക്കാടുകളുടെ കൃഷി അതിമനോഹരമായ തേയിലക്കാടുകളാണ്. യാത്രകൾ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചുമ്മാ വണ്ടി ഓടിച്ചു പോയി എന്തെങ്കിലും കണ്ടിട്ട് തിരിച്ചു വരുന്നതിലല്ല ഒരു യാത്ര എന്ന് പറയുന്നത്. നിങ്ങൾ പോയി യാത്ര ചെയ്യുക, പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പഠിക്കുക, അറിയാവുന്നവരോട് ചോദിക്കുക, അതിൻ്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കുക. അതിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ നേടാൻ സാധിക്കുക. പിന്നെയാണ് നമ്മൾ നാളെ ഒരുപക്ഷെ വീണ്ടും ഇതിലെ വരുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും ഇതിങ്ങനെയാണ്, ഈ സ്ഥലത്തിൻ്റെ ചരിത്രങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കൂടെ വരുന്നവർക്ക് ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും, നമുക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പം കൂടുതൽ ലോക വിവരങ്ങൾ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാടിനെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും എല്ലാം നമുക്ക് പഠിക്കാനായിട്ട് ഒരു സന്ദർഭം കൂടിയായി ഓരോ യാത്രകളും മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ചുമ്മാ പോയി എന്തെങ്കിലും കാണുന്നു, കുറേ ഫോട്ടോസ് എടുക്കുന്നു, തിരിച്ചു വരുന്നു, അതിലല്ല ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇനി യാത്രകൾ പോകുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് പോയി നോക്കുക, അതിമനോഹരമായിരിക്കും. നമ്മൾ പെരിയാർ എത്തിയിരിക്കുകയാണ്, നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവന് ഇത്രയും നേരം ഈ ഷർട്ട് അല്ലായിരുന്നല്ലോ ഇട്ടതെന്ന്. ഞാൻ അങ്ങനെയാണ്, എവിടെ പോയാലും എക്സ്ട്രാ ഒരു ഷർട്ട് കൂടെ കരുതിയിരിക്കും. ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ഷർട്ട് ഇട്ടുകൊണ്ടേ പോകുക. കാരണം ഇതിലേക്ക് ഫംഗ്ഷനൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും ചുളുങ്ങി ഈ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് സീറ്റിലൊക്കെ ഇരിക്കുന്നതല്ലേ, അപ്പം ചുളുങ്ങി കൂടിയൊക്കെ ഇരിക്കുക. അതുകൊണ്ട് എക്സ്ട്രാ ഒരു ഷർട്ട് കൂടെ കരുതിയേ ഞാൻ പോകാറുള്ളൂ. സ്ഥലം എത്താറാകുമ്പോഴാണ് നമുക്ക് ഇടാനുള്ളത് എടുത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഓഡിറ്റോറിയം. ഇതാണ്. അത്യാവശ്യം ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആളുണ്ട്. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി. കൂടുതൽ വിശേഷങ്ങളൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ മകൾ എൻ്റെ കൂടെയായിരുന്നു, അതുകൊണ്ട് തന്നെ ഒത്തിരി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശേഷങ്ങളൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് വെക്കണം കേട്ടോ. ഷാ_ഗോ 2025 ഫോളോ ചെയ്ത് വെക്കണം. കൂടുതൽ വീഡിയോസൊക്കെ അതിൽ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇതേ കുട്ടിക്കാനം എത്തിയിരിക്കുകയാണ്. എപ്പോൾ വന്നാലും ഈ കുട്ടിക്കാനത്ത് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ തട്ടുകടകളും ചായക്കടകളും ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് ചായ കുടിക്കാനായിട്ട് മാത്രം വരുന്നൊരു സ്ഥലമാണ് ഈ കുട്ടിക്കാനം. എപ്പോൾ വന്നാലും ഇവിടെ തിരക്കാണ് കുട്ടിക്കാനത്ത്.
തണുപ്പ് ആസ്വദിക്കാനും ചായ കുടിക്കാനായിട്ട് മാത്രം വരുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സ്ഥലത്ത് കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ. അവിടെ നമുക്ക് അറിയാം. നമ്മുടെ വീഡിയോ തുടങ്ങിയത് ഇവിടെയായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ വീഡിയോയുടെ തുടക്കം. ആദ്യത്തെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഈ മോമോസ്, ഇവിടുത്തെ മോമോസ് കഴിച്ചുകൊണ്ടായിരുന്നു. നമ്മൾ വീണ്ടും അവിടെ എത്തിയിരിക്കുകയാണ്. ഫാമിലിയായിട്ട് വന്നപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഒരു മോമോസ് കഴിക്കാനായിട്ട് വീണ്ടും നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതിലെ വരുന്നവരെന്നാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ്. വരുന്നവരെന്നാലും കയറുക. നമ്മൾ വീണ്ടും ഫാമിലിയായിട്ട് വന്നപ്പോൾ ഒന്നും കൂടെ കയറിയിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ നമ്മളിവിടെ ഒന്ന് മോമോസും കഴിച്ചിട്ട് പിന്നെ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. കാഞ്ഞിരപ്പള്ളിയിലേക്ക് തിരിച്ചു വിടുകയാണ്. അങ്ങനെ നേരെ കാഞ്ഞിരപ്പള്ളി അജുഫായിൽ വന്നു. മന്തിയൊക്കെ കഴിച്ചു. ഇനി പിള്ളേരെയും വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇതുപോലുള്ള പുതിയ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.